സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് നാവികസേന യുദ്ധവിമാനം F-35 മടങ്ങുന്നത് വൈകാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. ഹൈഡ്രോളിക് സംവിധാനത്തിൽ ഗുരുതരമായ തകരാർ പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്ന് വിദഗ്ധർ എത്തണം. ഇൻഡോ പസഫിക് മേഖലയിൽ പരീക്ഷണ പറക്കൽ നടത്തിയ യുദ്ധവിമാനം കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ടി വന്നത്. ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യാധുനികവുമായ യുദ്ധവിമാനമാണ് F-35. ഇറാനെതിരായ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തിലെ മുൻനിര പോരാളി. 5ാം തലമുറയിൽപ്പെട്ട ഈ യുദ്ധവിമാനത്തിനെ കണ്ടെത്താൻ റഡാറുകൾക്ക് പോലും അസാധ്യമാണ്. കേരള തീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് 36,000 അടിയോളം ഉയരത്തിൽ പറന്നുയർന്ന യുദ്ധവിമാനത്തിന് പ്രക്ഷുബ്ധമായ കടലും കാറ്റും കോളും നിറഞ്ഞ കാലാവസ്ഥയുമാണ് തിരിച്ചിറക്കലിന് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഏറെ നേരം ആകാശത്ത് വട്ടമിട്ടു പറന്ന വിമാനത്തിനൊടുവിൽ ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ അനുമതിയോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നു. ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് ഇന്ധനം നിറച്ചു. ഞായറാഴ്ച പറന്നുയരാൻ തീരുമാനിച്ചെങ്കിലും യന്ത്രത്തകരാർ കാരണം സാധിച്ചില്ല. വിമാനത്തിന്റെ തകരാർ പരിഹരിച്ച് തിരികെ കൊണ്ടുപോകാൻ ബ്രിട്ടീഷ് കപ്പലിൽ നിന്ന് സൈനിക ഹെലികോപ്റ്ററും സാങ്കേതിക സംഘവും എത്തി. എന്നാൽ 5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സാങ്കേതിക തകരാർ പരിഹരിക്കാനായിട്ടില്ല. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറാണ് കാരണമെന്നാണ് സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും എന്താണ് സാങ്കേതിക തകരാറെന്ന് ഔദ്യോഗികമായി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ CISF സേനാംഗങ്ങളാണ് യുദ്ധവിമാനത്തിന് സുരക്ഷയൊരുക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയും ബ്രിട്ടീഷ് നാവികസേനയും അറബിക്കടലിൽ സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസത്തിനെത്തിയതായിരുന്നു യുദ്ധവിമാനവും യുദ്ധക്കപ്പലും. ആ നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായി തന്നെ എല്ലാ സഹായങ്ങളും ഒരുക്കുകയാണ് രാജ്യം. ക്യാമറമാൻ AS അഭിജിത്തിനൊപ്പം മനീഷ് മഹിപാൽ, 24 തിരുവനന്തപുരം.